Hi students, ഇന്നത്തെ സെഷനിൽ ഇൻട്രൊഡക്ഷൻ ടു എ ഐ ആൻഡ് ഡാറ്റാ സയൻസ് എന്നുള്ള സബ്ജക്ട്സിൽ ടൈപ്സ് ഓഫ് മെഷീൻ ലേണിംഗ്. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആൻഡ് റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് ഈ ഒരു പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ വെദർ ഓർ നോട്ട് ദേ ക്യാൻ ലേൺ ഇൻക്രിമെൻ്റലി ഓൺ ദ ഫ്ലേ. സോ സിസ്റ്റത്തിന് ഇൻക്രിമെൻ്റലായിട്ട് ലേൺ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ഓൺലൈൻ ലേണിംഗ് ആൻഡ് ബാച്ച് ലേണിംഗ്. ഓക്കെ, നെക്സ്റ്റ് അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യാം മോഡൽ ബേസ്ഡ് ലേണിംഗ് ആൻഡ് ഇൻസ്റ്റൻസ് ബേസ്ഡ് ലേണിംഗ്. ഓക്കെ, സോ ഈ 4 ടൈപ്സാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. സോ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ, whether or not the system can learn incrementally from a stream of incoming data. സോ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് മെഷീൻ ലേണിംഗ് സിസ്റ്റത്തിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ദറ്റ് ഈസ് ഫസ്റ്റ് വൺ ബാച്ച് ലേണിംഗ്, സെക്കൻഡ് വൺ ഓൺലൈൻ ലേണിംഗ്. ഫസ്റ്റ് വൺ ബാച്ച് ലേണിംഗ്. സോ ബാച്ച് ലേണിംഗ്, ദ സിസ്റ്റം ഈസ് ഇൻകാപ്പബിൾ ഓഫ് ലേണിംഗ് ഇൻക്രിമെൻ്റലി. സോ ലേണിംഗ് എന്ന് പറയുന്നത് ഇവിടെ ഇൻക്രിമെൻ്റലായിട്ട് നടക്കുന്നുണ്ടാവില്ല. സോ ഇറ്റ് മസ്റ്റ് ബി ട്രെയിൻഡ് യൂസിങ് ഓൾ ദ അവൈലബിൾ ഡാറ്റ. സോ ട്രെയിനിങ് ഡാറ്റ സെറ്റ്, എൻ്റയർ ട്രെയിനിങ് ഡാറ്റ സെറ്റ് യൂസ് ചെയ്തിട്ട് സിസ്റ്റത്തിന് ആദ്യം ലേൺ ചെയ്യിപ്പിക്കും. സോ ലേണിംഗ് ഇറ്റ് വിൽ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം ആൻഡ് കമ്പ്യൂട്ടിംഗ് റിസോഴ്സസ്. സോ ഇറ്റ് ഈസ് ടിപ്പിക്കലി ഡൺ ഓഫ്ലൈൻ. സോ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുക, ദ സിസ്റ്റം ഈസ് ട്രെയിൻഡ് യൂസിങ് ഓൾ ദ അവൈലബിൾ ഡാറ്റ. ദെൻ it is launched into production, then and run the system without learning anymore. So ഈ ഒരു കേസിൽ ഇറ്റ് ജസ്റ്റ് അപ്ലൈസ് വാട്ട് ഇറ്റ് ഹാസ് ലേൺഡ്. നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് ഓൾറെഡി ട്രെയിനിങ്ങിൽ എന്താണോ ലേൺ ചെയ്തത് അതാണ് അപ്ലൈ ചെയ്യുന്നുണ്ടാവുക. സോ ദിസ് ഈസ് കോൾഡ് ഓഫ്ലൈൻ ലേണിംഗ്. ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഇഫ് യു വാണ്ട് എ ബാച്ച് ലേണിംഗ് സിസ്റ്റം ടു നോ അബൌട്ട് ന്യൂ ഡാറ്റ, അതായത് ഒരു പുതിയ ടൈപ്പ് സ്പാം ഇമെയിൽ ഡാറ്റ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണെന്ന് വയ്ക്കുക. ഒരു സ്പാം ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാണെന്ന് കൺസിഡർ ചെയ്യാം. സോ നമ്മുടെ കയ്യിൽ ഒരു ന്യൂ സ്പാം ഇമെയിൽ അവൈലബിൾ ആണ്. സോ ഈ ഒരു ഇമെയിലിനെ ട്രെയിൻ ചെയ്യിക്കാൻ, ഈ ഒരു പുതിയ ഡാറ്റേനെ, ഈ ഒരു പുതിയ ന്യൂ ടൈപ്പ് സ്പാം ഇമെയിലിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു നീഡ് ടു ട്രെയിൻ എ ന്യൂ വേർഷൻ ഓഫ് ദ സിസ്റ്റം ഫ്രം ദ സ്ക്രാച്ച് ഓൺ ദ ഫുൾ ഡാറ്റ സെറ്റ്. സോ ഈ ജസ്റ്റ് ഈ ഒരു പുതിയ ഡാറ്റേനെ മാത്രം ട്രെയിനിങ് ചെയ്താൽ പോരാ, എൻ്റയർ ഡാറ്റ സെറ്റിൻ്റെ കൂടെ ഈ പുതിയ ഡാറ്റയും ആഡ് ചെയ്തിട്ട് വേണം നമുക്ക് വീണ്ടും ട്രെയിനിങ് ചെയ്യാൻ. ദെൻ വി ഹാവ് ടു സ്റ്റോപ്പ് ദ ഓൾഡ് സിസ്റ്റം ആൻഡ് റീപ്ലേസ് ഇറ്റ് വിത്ത് ദ ന്യൂ വൺ. സോ ഇവിടെ നമ്മൾ ബാച്ച് ലേണിങ്ങിൽ നമ്മുടെ എൻ്റയർ ഡാറ്റ സെറ്റിനകത്ത് ഇല്ലാത്ത ഒരു പുതിയ ടൈപ്പ് സ്പാം ഇമെയിൽ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഡാറ്റയും കൂടി അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ഓൾറെഡി ഉള്ള ഫുൾ ഡാറ്റ സെറ്റ് ഉണ്ടായിരിക്കും, അതിൻ്റെ കൂടെ ഇതും ഇൻക്ലൂഡ് ചെയ്തിട്ട് അഗെയിൻ വി ഹാവ് ടു സ്റ്റാർട്ട് ദ ട്രെയിനിങ്, ദെൻ അഗെയിൻ പ്രൊഡക്ഷൻ, ദെൻ അഗെയിൻ റൺ ചെയ്യേണ്ടി വരും. സോ ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഇൻക്രിമെൻ്റലി അതിന് ലേൺ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഇതാണ് ബാച്ച് ലേണിംഗ് എന്ന് പറയുന്നത്. സോ ബാച്ച് ലേണിംഗ് എന്ന് പറയുന്നത് സ്മോളർ ഡാറ്റ സെറ്റിൽ നമുക്ക് ട്രെയിനിങ് ആൻഡ് ഇവാലുവേഷൻ ദെൻ ലോഞ്ചിങ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ബട്ട് ലാർജ് ഡാറ്റ സെറ്റാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ ഈ ഒരു ബാച്ച് ലേണിംഗ് എന്നുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരുപാട് ടൈം എടുക്കും. ട്രെയിനിങ്ങിന് തന്നെ ഒരുപാട് ടൈം എടുക്കും. സപ്പോസ് ഒരു പുതിയ ഡാറ്റ ട്രെയിനിങ് ഡാറ്റയിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ എഗെയിൻ നമ്മൾ വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ്. സോ ഒരുപാട് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. സോ ഓൾസോ ട്രെയിനിങ് ഓൺ ദ ഫുൾ സെറ്റ് ഓഫ് ഡാറ്റ ഇറ്റ് റിക്വയർസ് ലോട്ട് ഓഫ് കമ്പ്യൂട്ടിംഗ് റിസോഴ്സസ് ആണ്. ദാറ്റ് ഈസ് CPU, മെമ്മറി സ്പേസ്, ഹാർഡ് ഡിസ്ക് ഇൻപുട്ട് ഔട്ട്പുട്ട്, network input output, etc. It costs a huge amount of money if we go for large amount of data set in each time. So we have to use algorithms that are capable of learning incrementally. So incrementally learn ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് ഓൺലൈൻ ലേണിംഗ്. സോ ഓൺലൈൻ ലേണിംഗ് എന്ന് പറയുന്നത് യു ക്യാൻ ട്രെയിൻ ദ ഡാറ്റ ഇൻക്രിമെൻ്റലി. Here you can feed the data either individually or in small groups called mini batches. So ഇവിടെ ബാച്ച് ആയിട്ടാണ് നമ്മൾ സിസ്റ്റത്തിലേക്ക് ഡാറ്റ ഫീഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവുക. Each of these learning step is fast and cheap. So the system can learn about the new data as it arrives. So നമ്മൾ ഈ ഒരു കേസിൽ പുതിയ ഡാറ്റാസ് വരുമ്പോൾ റണ്ണിങ് സ്റ്റേറ്റിലും അതിനകത്ത് ലേണിംഗ് നടക്കുന്നുണ്ടാവും. ഓക്കെ, സോ ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്യാം. സോ ഇതിനകത്ത് നമ്മളൊരു മെഷീൻ ലേണിംഗ് സിസ്റ്റത്തിൽ സ്റ്റാർട്ടിങ്ങിൽ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റാസ് യൂസ് ചെയ്തിട്ട് ട്രെയിൻ ചെയ്തു. സോ ഇവാലുവേറ്റ് ചെയ്തിട്ട് എല്ലാം ഓക്കെ ആയാൽ നമ്മൾ ലോഞ്ച് ചെയ്തു, ദെൻ ഫൈനലി റൺ ചെയ്തു. സോ റണ്ണിങ് ടൈമിലും പുതിയ ഡാറ്റാസ് വരാണെങ്കിൽ ആ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ലേൺ ചെയ്യുന്നുണ്ടാവും. സോ ഇതാണ് ഓൺലൈൻ ലേണിംഗ്. ഓൺലൈൻ ലേണിംഗ്
is great for systems that receives data as a continuous flow. സോ ഓൺലൈൻ ലേണിംഗ് എന്ന് പറയുന്നത് ഡാറ്റ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന സിനാരിയോസിലൊക്കെ ഈ ഒരു ഓൺലൈൻ ലേണിംഗ് അപ്ലിക്കബിൾ ആയിരിക്കും. ദാറ്റ് ഈസ് സ്റ്റോക്ക് പ്രൈസസ് പ്രിഡിക്ഷൻ, ആ ഒരു സിനാരിയോസിലൊക്കെ നമുക്ക് ഓൺലൈൻ ലേണിംഗ് അപ്രോച്ച് യൂസ് ചെയ്യാം. ഇറ്റ്സ് ഓൾസോ ഗുഡ് ഓപ്ഷൻ ഇഫ് യു ഹാവ് ലിമിറ്റഡ് കമ്പ്യൂട്ടിംഗ് റിസോഴ്സസ്. കാരണം ഡാറ്റ ഓൺ ദ ഗോ ലേൺ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കമ്പ്യൂട്ടിംഗ് റിസോഴ്സസ് കുറച്ച് മതി. ദെൻ once an online learning system has learned about the new data instances, it does not need them anymore. So you can discard them. So it saves a huge amount of space. പുതിയ ഡാറ്റ ഇൻസ്റ്റൻസസ്, ന്യൂ ഡാറ്റ ഇൻസ്റ്റൻസസ് എല്ലാം ഓൾറെഡി ലേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമുക്ക് ഒരുപാട് സ്പേസ് ഇവിടെ സേവ് ചെയ്യാൻ പറ്റും. ഓൺലൈൻ ലേണിംഗ് അൽഗോരിതംസ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ടു ട്രെയിൻ സിസ്റ്റംസ് on huge data sets that cannot fit in one machine's main memory. So this is called out of core learning. അതായത് ഒരുപാട് ലാർജ് ഡാറ്റ സെറ്റ്സ് നമുക്ക് മെയിൻ മെമ്മറിയിൽ തന്നെ ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത അത്രയും വലിയ ലാർജ് ഡാറ്റ സെറ്റ് ആയിരിക്കും. സോ ആ സിറ്റുവേഷൻസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ലാർജ് ഡാറ്റയെ നമുക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ട്രെയിൻ ചെയ്യാൻ പറ്റും. സോ ദ അൽഗോരിതം ലോഡ്സ് പാർട്ട് ഓഫ് ദ ഡാറ്റ, runs a training step on that data and repeat the process until it has run on all of the data. ഈ ഫിഗർ കൺസിഡർ ചെയ്യാം. സോ ഓൺലൈൻ ലേണിംഗ് ടു ഹാൻഡിൽ ഹ്യൂജ് ഡാറ്റ സെറ്റ്. സോ ഒരുപാട് ഡാറ്റാസ് അവൈലബിൾ ആണെങ്കിൽ നമുക്കതിനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സോ ഒരു പീസിനെ ട്രെയിൻ ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് എറേഴ്സ് ഉണ്ടെങ്കിൽ വീണ്ടും നമുക്ക് സ്റ്റഡി ചെയ്തിട്ട് കറക്റ്റ് ചെയ്യാം, ദെൻ ലോഞ്ച് ചെയ്യാൻ പറ്റും. സോ ഒരുപാട് ഡാറ്റാസ് അവൈലബിൾ ആണെങ്കിൽ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ട്രെയിൻ ചെയ്യാൻ പറ്റും. സോ ഇതിനകത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്ററാണ് ലേണിംഗ് റേറ്റ്. ദാറ്റ് ഈസ് ഹൗ ഫാസ്റ്റ് ദ സിസ്റ്റം ഷുഡ് അഡാപ്റ്റ് ടു ചേഞ്ചിങ് ഡാറ്റ. ഓക്കെ, അതിനാണ് ലേണിംഗ് റേറ്റ് എന്ന് പറയുക. പുതിയ പുതിയ ഡാറ്റാസിന് അത് എങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നു. സോ ലേണിംഗ് റേറ്റ് ടു ഹൈ ആണെങ്കിൽ ഇറ്റ് വിൽ അഡാപ്റ്റ് ദ ന്യൂ ഡാറ്റ ക്വിക്ക്ലി. ഓക്കെ, if the learning rate is too low ആണെങ്കിൽ the machine will be less sensitive, so it will learn more slowly. സ്ലോ ആയിട്ടാണ് ലേൺ ചെയ്യേണ്ടത്. സോ ബിഗ് ചാലഞ്ച്, ഓൺലൈൻ ലേണിങ്ങിൻ്റെ ഒരു ബിഗ് ചാലഞ്ച് എന്ന് പറയുന്നത് ഫീഡിങ് ബാഡ് ഡാറ്റ ടു ദ സിസ്റ്റമാണ്. സോ നമ്മളെപ്പോഴും ഫീഡ് ചെയ്യുന്ന ഡാറ്റ ക്വാളിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ബാഡ് ഡാറ്റ ആണെങ്കിൽ ഇറ്റ് വിൽ ഡിക്ലൈൻ ദ സിസ്റ്റംസ് പെർഫോമൻസ്. സോ ദ ക്ലയൻറ്റ് വിൽ നോട്ടീസ് ഇറ്റ്. അതായത് ഒരു മെഷീൻ ലേണിങ്ങിൽ തന്നെ എപ്പോഴും ഹൈ ക്വാളിറ്റി ഡാറ്റ നമ്മളെപ്പോഴും പ്രൊവൈഡ് ചെയ്യണം. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് മെഷീൻ ലേണിംഗ് ആണ് ബേസ്ഡ് ഓൺ ഹൗ ദേ ജനറലൈസ്. സോ ബേസ്ഡ് ഓൺ ജനറലൈസേഷൻ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇൻസ്റ്റൻസ് ബേസ്ഡ് ലേണിംഗ് ഉണ്ട്, മോഡൽ ബേസ്ഡ്. സോ ഫസ്റ്റ് വൺ, ഇൻസ്റ്റൻസ് ബേസ്ഡ് ലേണിംഗ്. ദ മോസ്റ്റ് ട്രിവിയൽ ഫോം ഓഫ് ലേണിംഗ് ഈസ് സിംപ്ലി ടു ലേൺ ബൈ ഹാർട്ട്. സോ ഒരു സ്പാം ഫിൽറ്റർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അപ്രോച്ച് കൺസിഡർ ചെയ്യാം. സ്പാം ഫിൽറ്ററിൽ നമ്മൾ ഓൾറെഡി കുറച്ച് സ്പാം ഇമെയിൽ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഓൾറെഡി സ്പാം ആയിട്ടുള്ളത് ഫ്ലാഗ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ കുറച്ച് ഇമെയിൽസ് അവൈലബിൾ ആണ്, ഇതെല്ലാം സ്പാം ആണെന്നുള്ളത് ഓൾറെഡി ലേബൽ ചെയ്തിട്ടുണ്ടെന്ന് വയ്ക്കാം. സോ ഇതിനോട് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഇമെയിൽ വരുമ്പോൾ സിസ്റ്റത്തിന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ബട്ട് അതൊരു നല്ല സൊല്യൂഷൻ അല്ല. സപ്പോസ് ഒരു പുതിയ അതിനോട് ഐഡൻറ്റിക്കൽ അല്ലാത്ത ഒരു പുതിയ സ്പാം മെയിൽ വരാണെങ്കിൽ, ഓക്കെ, എക്സാക്ട്ലി ഇതിനോട് ഐഡൻറ്റിക്കൽ അല്ലാത്ത ഒരു സ്പാം ഇമെയിൽ വരാണെങ്കിൽ സിസ്റ്റത്തിന് അത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഈ പുതിയ ഇൻസ്റ്റൻസും ഓൾറെഡി നമുക്കറിയുന്ന ഇൻസ്റ്റൻസും തമ്മിലുള്ള സിമിലാരിറ്റി ഒരു മെഷറാണ്. അതിനെ ബേസ് ചെയ്തിട്ട് വേണം നമുക്ക് ലേൺ ചെയ്യാൻ. സിമിലാരിറ്റി ബിറ്റ്വീൻ ദ ടു ഇമെയിൽസ് കുഡ് ബി ദ കൗണ്ട് ഓഫ് നമ്പർ ഓഫ് വേർഡ്സ് ദേ ഹാവ് ഇൻ കോമൺ. ഇതിനകത്തുള്ള സ്പാം വേർഡ്സിൻ്റെ കൗണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ അറിയുന്ന ഇൻസ്റ്റൻസിൻ്റെ സ്പാം ഇമെയിൽസിനകത്തുള്ള സ്പാം വേർഡ്സിൻ്റെ കൗണ്ട്, അതൊരു സിമിലാരിറ്റി മെഷർ ആയിരിക്കാം. സോ ദ സിസ്റ്റം വുഡ് ഫ്ലാഗ് ആൻ ഇമെയിൽ ആസ് സ്പാം if it has many words in common with a non spam email. ഓൾറെഡി നമുക്ക് അറിയുന്ന സ്പാം ഇമെയിലുള്ള വേർഡ്സുമായിട്ട് കുറേ വേർഡ്സ് ഇതിനകത്തും വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ മെയിൽ സ്പാം ആണെങ്കിൽ അതിനകത്തുള്ള അതേ വേർഡ്സ് ഇതിനകത്ത് ഒരുപാട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ സ്പാം ആയിട്ട് ഫ്ലാഗ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓൾറെഡി അറിയുന്ന എക്സാമ്പിൾസിൽ നിന്ന് ഒരു പുതിയ എക്സാമ്പിൾ വരുമ്പോൾ നമുക്ക് എന്താണ്, അത് രണ്ടിനെയും റിലേറ്റ് ചെയ്യാൻ ഒരു സിമിലാരിറ്റി മെഷർ ഇവിടെ ആവശ്യം വരുന്നുണ്ട്. സോ ഇൻസ്റ്റൻസ് ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്, ദ സിസ്റ്റം ലേൺസ്
the examples by heart. Then generalizes to new cases by using a similarity measure to compare them to the learned examples. സിസ്റ്റം ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ ഓൾറെഡി പഠിച്ചു വെക്കുന്നു. ദെൻ പുതിയൊരു കേസസ് വരുമ്പോൾ സിമിലാരിറ്റി മെഷർ ഇത് ഓൾറെഡി പഠിച്ച എക്സാമ്പിളായിട്ട് കമ്പയർ ചെയ്തിട്ട് പുതിയ ഇൻസ്റ്റൻസ് ഏതാണെന്നുള്ളത് ജനറലൈസ് ചെയ്യാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മെമ്മറി ബേസ്ഡ് ലേണിംഗ് ഓർ ലേസി ലേണിംഗ്. ഓക്കെ, അപ്പോൾ ഈ ലേസി ലേണിംഗ് എന്നൊക്കെ പറയാൻ കാരണം എന്താണ്, ഒരു പുതിയ ഇൻസ്റ്റൻസ് വരുമ്പോഴാണ് ഇത് ഓൾറെഡി കമ്പയർ ചെയ്തിട്ട് ഓൾറെഡി പഠിച്ച ലേൺഡ് എക്സാമ്പിൾസ് നോക്കിയിട്ട് കമ്പയർ ചെയ്തിട്ട് ഏതാണെന്നുള്ളത് predict ചെയ്യുന്നത്. So instance based learning, the model does not explicitly learn from the training data. Instead, it stores the data as it is and uses it during the prediction phase. So എല്ലാ ഡാറ്റാസും ഇവിടെ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടി വരും. സോ മെമ്മറി ഈ ഒരു അപ്രോച്ചിൽ കുറച്ച് വേണ്ടി വരും. ഓക്കെ, എക്സാമ്പിൾസ് എല്ലാം നമുക്ക് അവിടെ തന്നെ വേണ്ടി വരും. The model makes predictions by measuring the similarity between the new data points and the stored training instances. അപ്പോൾ സ്റ്റോർഡ് ഇൻസ്റ്റൻസ് ആയിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഈ മോഡൽ ഇൻസ്റ്റൻസ് ബേസ്ഡ് മോഡലിൽ ഇൻസ്റ്റൻസ് ബേസ്ഡ് ലേണിങ്ങിൽ പ്രിഡിക്ഷൻസ് നടക്കുന്നത്. ഈ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് കുറേ ട്രെയിനിങ് ഇൻസ്റ്റൻസസ് ട്രയാങ്കിൾ, സ്ക്വയർ എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഒരു പുതിയ ഇൻസ്റ്റൻസ് വരുമ്പോൾ സിമിലാരിറ്റി മെഷർ, ഈ പുതിയ ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ സപ്പോസ് ഒരു ട്രയാങ്കിളാണെന്ന് വയ്ക്കാം. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ട്രെയിൻഡ് ഇൻസ്റ്റൻസുമായിട്ട് അത് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, ഇതിനകത്ത് 3 വെർട്ടീസസ് ആണ്. സോ മോസ്റ്റ് സിമിലർ ആയിട്ടുള്ളത് ഏതാണ്, ട്രയാങ്കിൾ ആണ്. സോ ഫൈനൽ ഔട്ട്പുട്ട് ട്രയാങ്കിൾ എന്നുള്ളതാണ് പ്രിഡിക്റ്റ് ചെയ്യുന്നുണ്ടാവുക. സോ സിമിലാരിറ്റി ബേസ് ചെയ്തിട്ടാണ് പുതിയ ഇൻസ്റ്റൻസിനെ പ്രിഡിക്റ്റ് ചെയ്യുന്നുണ്ടാവുക. നെക്സ്റ്റ് വൺ മോഡൽ ബേസ്ഡ് ലേണിംഗ് ആണ്. അനദർ വേ ടു ജനറലൈസ് ഫ്രം എ സെറ്റ് ഓഫ് എക്സാമ്പിൾസ് ഈസ് ടു ബിൽഡ് എ മോഡൽ ഓഫ് ദീസ് എക്സാമ്പിൾസ്. Then use that model to make predictions. That is model based learning. അതിൽ ആദ്യം നമ്മളൊരു മോഡൽ ബിൽഡ് ചെയ്യാണ്. അപ്പോൾ നമ്മളൊരു ട്രെയിനിങ് ഇൻസ്റ്റൻസസ് എല്ലാ എക്സാമ്പിൾസിൽ നിന്ന് ആദ്യം ഒരു മോഡൽ ബിൽഡ് ചെയ്യണം. ആ മോഡൽ യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രിഡിക്ഷൻസ് ചെയ്യുന്നതാണ് മോഡൽ ബേസ്ഡ് ലേണിംഗ്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ ഓൾറെഡി നമ്മുടെ മോഡലാണ് ഈ ഡാഷ്ഡ് ലൈൻസ് വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യണത്. സോ പുതിയ ഇൻസ്റ്റൻസ്, ഇപ്പോൾ ഇതിനകത്ത് പുതിയ ഇൻസ്റ്റൻസ് ഏത് ഏരിയയിലാണ് വരുന്നത്, ട്രയാങ്കിൾ ആണ്. സോ ട്രയാങ്കിൾ ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. പുതിയ ഇൻസ്റ്റൻസ് ഇവിടെയുള്ള ഒരു ഇൻസ്റ്റൻസ് ആണെങ്കിൽ അത് സ്ക്വയർ ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. സോ ടെക്സ്റ്റിലുള്ള ഒരു എക്സാമ്പിളാണ്. നമുക്കൊരു ഡാറ്റ തന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്, ഡസ് മണി മേക്സ് പീപ്പിൾ ഹാപ്പി. സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡാറ്റ എന്ന് പറയുന്നത് ഓരോ കൺട്രീസും അവിടെയുള്ള GDP പെർ ക്യാപിറ്റ, ദെൻ ലൈഫ് സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് GDP പെർ ക്യാപിറ്റ അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്, കറസ്പോണ്ടിങ് ലൈഫ് സാറ്റിസ്ഫാക്ഷനും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൽ മാത്തമാറ്റിക്കലി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് ഒരു ഐഡിയ മാത്രം ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മോഡൽ സെലക്ഷൻ എന്ന് പറയുന്നത് ദ ലൈഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഇസ് എ ലീനിയർ ഫംഗ്ഷൻ ഓഫ് GDP പെർ ക്യാപിറ്റ. അതായത് നമ്മൾ ഇതിനകത്ത് GDP ഒരു ഫീച്ചറാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. GDP കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി ഒരു ലൈഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഇതൊരു സിംപ്ലി ലീനിയർ മോഡലാണ്. ദാറ്റ് ഈസ് y = mx + c. ആ ഒരു ലൈൻ്റെ ഇക്വേഷൻ പോലെയുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ലീനിയർ മോഡലാണ്. സോ ഇതിനകത്ത് തീറ്റ എല്ലാം പാരാമീറ്റേഴ്സാണ്. θ0, θ1 എല്ലാം പാരാമീറ്റേഴ്സാണ്. സോ നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്, ഇൻപുട്ട് ഫീച്ചർ GDP പെർ ക്യാപിറ്റ. ഇത് കൊടുക്കുകയാണെങ്കിൽ ഏത് കൺട്രിയുടെ GDP നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് ലൈഫ് സാറ്റിസ്ഫാക്ഷൻ വാല്യൂ നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഓക്കെ, സോ ഒരു മാത്തമാറ്റിക്കൽ ബേസ്ഡ് മോഡലാണ്. മോഡൽ ബേസ്ഡ് മാത്തമാറ്റിക്കലി നമുക്കൊരു മോഡൽ ബേസ്ഡ് ലേണിങ്ങിൽ വരുന്നുണ്ട്. മാത്തമാറ്റിക്സിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സോ ഇതിനകത്ത് പാരാമീറ്റേഴ്സ് നമ്മൾ പറഞ്ഞു, θ1, θ2. To know which values fit the best in the model, we use the fitness function. അപ്പോൾ ഇതിനകത്തുള്ള ടേംസ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഫിറ്റ്നസ് ഫംഗ്ഷൻ ദാറ്റ് മെഷേഴ്സ് how good the model is, or you can define a cost function that measures how bad it is. Okay, അപ്പോൾ രണ്ട് ടേംസ് ഓർത്ത് വയ്ക്കുക. ഫിറ്റ്നസ് ഫംഗ്ഷൻ it measures how good the model is. Cost function it measures how bad the model is. Okay, so നമുക്ക് ഈ θ1, θ2 ബെസ്റ്റ് വാല്യൂസ് ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കണം. So for linear regression problems, people typically use a cost function
that measures the distance between the linear models predictions and training examples. So ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് we have to minimize the distance. As we feed with the training examples, the linear regression algorithm finds the parameters that fit best for the data. This is called training the model. സോ നമ്മൾ ട്രെയിനിങ് ചെയ്യുമ്പോൾ തന്നെ എന്തായിരിക്കും, ലീനിയർ റിഗ്രഷൻ അൽഗോരിതമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബെസ്റ്റ് ഫിറ്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് അത് ഐഡൻറ്റിഫൈ ചെയ്തോളൂ. സോ ഈ ഒരു അൽഗോരിതത്തിൽ നമ്മുടെ ഈ ഒരു എക്സാമ്പിൾസിൽ ഒപ്റ്റിമൽ പാരാമീറ്റേഴ്സ് തീറ്റ 1ൻ്റെ വാല്യൂ, തീറ്റ 2ൻ്റെ വാല്യൂ, ഇതാണ് ഒപ്റ്റിമം വാല്യൂസ്. സോ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് സപ്പോസ് ലൈഫ് സാറ്റിസ്ഫാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു കൺട്രിയുടെ കൊടുക്കുകയാണെങ്കിൽ കറസ്പോണ്ടിങ് തീറ്റ 1 ആൻഡ് തീറ്റ 2 നമുക്ക് വാല്യൂ അവൈലബിൾ ആണ്. കറസ്പോണ്ടിങ് GDP പെർ ക്യാപിറ്റ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഫൈനൽ ലൈഫ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ് നമുക്ക് കിട്ടും. സോ യു ഫൈനലി റെഡി ടു റൺ ദ മോഡൽ ടു മേക്ക് പ്രിഡിക്ഷൻസ്. സോ ഇതൊരു മാത്തമാറ്റിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് ആണ്, മോഡൽ ബേസ്ഡ് ലേണിംഗ്. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ബാച്ച് ലേണിംഗ്, ഓൺലൈൻ ലേണിംഗ്, ഇൻസ്റ്റൻസ് ബേസ്ഡ് ലേണിംഗ്, മോഡൽ ബേസ്ഡ് ലേണിംഗ് എല്ലാം ഡിസ്കസ് ചെയ്തു. ഓക്കെ, സോ ബാച്ച് ലേണിങ്ങിൽ എന്തായിരുന്നു, എല്ലാ ട്രെയിനിങ് ഡാറ്റാ സെറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ ട്രെയിൻ ചെയ്യുന്നുണ്ടാവുക. ഈ ട്രെയിനിങ് ഡാറ്റാ സെറ്റിനകത്ത് പുതിയ ഡാറ്റ വന്നു കഴിഞ്ഞാൽ വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച്. ഒരു പുതിയ ഡാറ്റ നമുക്ക് വീണ്ടും അത് ആ സിസ്റ്റത്തിന് പുതിയ ഡാറ്റ കൊടുത്ത് ട്രെയിൻ ചെയ്യിപ്പിക്കണമെങ്കിൽ എന്താണ്, എഗെയിൻ നമ്മൾ ഫസ്റ്റ് തൊട്ട് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യണം, വീണ്ടും ഇവാലുവേറ്റ് ചെയ്യണം, ദെൻ പ്രൊഡക്ഷനിലേക്ക് ലോഞ്ച് ചെയ്യുക, ഫൈനലി റൺ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതിനകത്ത് എന്താണ്, ഇൻക്രിമെൻ്റൽ ആയിട്ട് ഈ ഒരു സിസ്റ്റത്തിന് ലേൺ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഓൺലൈൻ ലേണിംഗ് ആണ്. ഓൺലൈൻ ലേണിങ്ങിൻ്റെ കേസിൽ എന്താണ്, നമ്മൾ ഹ്യൂജ് ഡാറ്റാ സെറ്റ് ആണെങ്കിലും ചെറിയ ഡാറ്റാസ് ആക്കിയിട്ട് സിസ്റ്റത്തിന് ഓൺ ദ ഗോ പുതിയ ഡാറ്റാസ് വരുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് സിസ്റ്റത്തിന് ലേൺ ചെയ്യാൻ പറ്റും. ഇൻക്രിമെൻ്റലി ഈ സിസ്റ്റത്തിന് ലേൺ ചെയ്യാൻ പറ്റും. അതാണ് ഓൺലൈൻ ലേണിംഗ്. ദെൻ ഇൻസ്റ്റൻസ് ബേസ്ഡ് ലേണിംഗ്. സോ ഇൻസ്റ്റൻസ് ബേസ്ഡ് ലേണിങ്ങിൻ്റെ പ്രത്യേകത എന്തായിരുന്നു, ഒരു സിമിലാരിറ്റി മെഷറിനെ ബേസ് ചെയ്തിട്ട് ഓൾറെഡി ട്രെയിൻ ചെയ്ത എക്സാമ്പിൾസുമായിട്ടുള്ള സിമിലാരിറ്റി മെഷറിനെ ബേസ് ചെയ്തിട്ട് പുതിയ ഇൻസ്റ്റൻസ് വരുമ്പോൾ പ്രിഡിക്റ്റ് ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് ഇൻസ്റ്റൻസ് ബേസ്ഡ് ലേണിംഗ്. ദെൻ മോഡൽ ബേസ്ഡ് ലേണിങ്ങിൽ ആദ്യം തന്നെ നമ്മൾ ട്രെയിൻ ചെയ്ത എക്സാമ്പിൾ യൂസ് ചെയ്തിട്ട് ഒരു മോഡൽ ബിൽഡ് ചെയ്യും, ആ മോഡൽ യൂസ് ചെയ്തിട്ട് ദെൻ പ്രിഡിക്റ്റ് ചെയ്യുന്നുണ്ടാവും. അതാണ് മോഡൽ ബേസ്ഡ് ലേണിംഗ്. ഓക്കെ, താങ്ക് യു.